തിരുവനന്തപുരം നഗരസഭ BJP അധികാരത്തിൽ വന്ന നാൾ മുതൽ തുടങ്ങിയതാണ് ചില കലഹങ്ങൾ. ഇപ്പോൾ കലഹങ്ങൾ പരസ്പരമുള്ള സംഘർഷത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ BJPയും ഇടതുമുന്നണിയും ഒപ്പം UDFുമെല്ലാം തമ്മിൽ പോരാടുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണുവാൻ കഴിയുന്നത്. BJP അധികാരത്തിൽ വന്നപ്പോൾ വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ സഭയ്ക്കുള്ളിലെ അടിയും ബഹളവുമൊക്കെയാണ്. പ്രത്യേകിച്ചും നഗരസഭ എന്ന് പറയുമ്പോൾ 101 വാർഡുകളുള്ള ഒരു വിശാലമായ സംവിധാനമാണ്. അതാകെ വല്ലാത്ത അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ എല്ലാ സ്ഥലത്തും പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. മഴ, വെള്ളക്കെട്ടുകൾ. ഈ സമയത്ത് പ്രധാനമായും ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും തമ്മിൽ അധികാരത്തിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് അവിടെ നടത്തുന്നത്. പ്രത്യേകിച്ചും തലസ്ഥാനം ആര് ഭരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ തലസ്ഥാനത്തെ നഗരസഭയിൽ ആര് ഭരണസാരഥ്യം ഏറ്റെടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നേരത്തെയൊക്കെ നടന്നിരുന്നു. BJP അധികാരത്തിൽ എത്തി. വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്ക് നൽകിയത്. പക്ഷേ ഭരണത്തിലേറി വളരെ നാൾ പിന്നിടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഇപ്പോൾ നഗരസഭയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവലിയും ആക്രോശങ്ങളും അടിയും ഇടിയുമൊക്കെയായി മുന്നോട്ട് പോകുന്നു. തുടങ്ങിയത് എവിടെന്നല്ലേ ഒരു ചോദ്യം. അതെ, തുടങ്ങിയതൊരു കാപ്പ കേസിലായിരുന്നു. കാപ്പ കേസിൽ ഒരു നഗരസഭാ അംഗം കുടുങ്ങിയതോടെ പ്രശ്നങ്ങൾ സങ്കീർണമായി. ആർ സുഗതൻ എന്ന് പറയുന്ന BJP അംഗത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും ഒരുപോലെ പ്രതിഷേധം തുടങ്ങി. BJP അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കൗൺസിൽ യോഗങ്ങൾ പരസ്പരം അലങ്കോലപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടത് അതാണ്. രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ UDF അംഗങ്ങളും BJP അംഗങ്ങളും തമ്മിൽ നടന്ന പിടിവലി കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷേ സംഭവം നടക്കുന്നത് ജനങ്ങളെ ഭരിക്കേണ്ടവർ തമ്മിലുള്ള ഒരു സംഘർഷമാണ്. ഇതൊക്കെ കാണുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നഗരസഭയ്ക്ക് അകത്തും പുറത്തുമായൊക്കെ ഉണ്ട്. അത് പരിഹരിക്കുവാൻ ആരെയും കിട്ടുന്നില്ല. കാരണം കൗൺസിലർമാരിലധികവും ഇപ്പോൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ പിടിയിലും ആശുപത്രിയിലുമൊക്കെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. UDF ആകട്ടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDF ആകട്ടെ ആർ സുഗതൻ എന്ന് പറയുന്ന BJP കൗൺസിലറുടെ രാജിക്കപ്പുറം മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നതുമില്ല. അങ്ങനെ സംഘർഷത്തിൻ്റെ വഴികളിലൂടെയാണ് തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്. കാരണം തലസ്ഥാന നഗരിയിലുള്ള ഈ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ അതിനകത്ത് ചില ഈഗോകളുണ്ട്. അധികാരത്തിൽ UDF എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നഗരസഭാ അധ്യക്ഷൻ BJPക്കാരൻ. പല സ്ഥലങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പലതരത്തിൽ ഉയരും. മാത്രവുമല്ല, ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ചിത്രത്തിൽ നിന്ന് ഇടതുമുന്നണി പുറത്തായിരിക്കുന്നു. നഗരസഭയിൽ ഒന്നുമല്ലാതായിരിക്കും. ഈ സാധ്യതകളെല്ലാം കൂടി ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഈഗോകളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് പുതിയ ഒരു സംഘർഷത്തിന് വഴിവെച്ചതെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. എന്തായാലും ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, തിരുവനന്തപുരം നഗരസഭയിൽ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിനും അപ്പുറം പരസ്പരം പോർവിളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. UDF ആകട്ടെ രാജിക്കപ്പുറം മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും അവിശ്വാസ പ്രമേയത്തിന് UDF ഒരു നീക്കം നടത്തി. പക്ഷേ LDF പിന്മാറി. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം നഗരസഭയിൽ കാണുന്നത്. ഇതിൽ ബുദ്ധിമുട്ടുന്നതാകട്ടെ സാധാരണ ജനങ്ങളും.